തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം ഇത്തവണ ശ്രദ്ധാകേന്ദ്രമാകുകയാണ്. അവിടെ NDA സ്ഥാനാർത്ഥിയായ ശ്രീലേഖയ്ക്ക് വേണ്ടിയിട്ട് ചുവരെഴുത്തുകൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രവും കൂടി നമ്മൾ പരിശോധിക്കണം. 2 തവണ കെ മുരളീധരൻ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് അവിടെ നിന്ന് MLA ആയിട്ടുണ്ട്. അതിനുശേഷം VK പ്രശാന്ത് 2 തവണ CPM-നെ പ്രതിനിധീകരിച്ച് MLA ആയിട്ടുണ്ട്. അതായത് സ്ഥാനാർത്ഥിയുടെ വ്യക്തിഗത മികവ് പലപ്പോഴും വിജയത്തിന് അടിസ്ഥാനമായി മാറുന്നു. കെ മുരളീധരൻ മത്സരിക്കുമ്പോൾ 2 തവണയും BJP-യുടെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥികൾ താരതമ്യേന ദുർബലരാണെന്ന് പറയാം. VK പ്രശാന്ത് മത്സരിച്ചു. ആ സമയത്തും സ്ഥിതിഗതികൾ വ്യത്യസ്തമല്ല, സ്ഥാനാർത്ഥികൾ കുറച്ചൊക്കെ ദുർബലരായിരുന്നു. പക്ഷേ ഇത്തവണ VK പ്രശാന്ത് തന്നെ LDF-നെ പ്രതിനിധീകരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. NDA സ്ഥാനാർത്ഥിയായിട്ട് ശ്രീലേഖയ്ക്ക് ചുവരെഴുത്ത് ആരംഭിച്ചു. കെ മുരളീധരൻ വീണ്ടും മണ്ഡലം തിരിച്ചു പിടിക്കാനായിട്ട് വട്ടിയൂർക്കാവിലേക്ക് വരുമെന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ തീ പാറുന്ന ശക്തമായ ത്രികോണ മത്സരമായിരിക്കും ഇത്തവണ വട്ടിയൂർക്കാവിൽ ഉണ്ടാകാൻ പോകുന്നത്. ശരിയാണോ? തീർച്ചയായിട്ടും നമ്മൾ വട്ടിയൂർക്കാവിനെ എൻ്റെ ഒരു ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലത്തിൽ തന്നെ പരിശോധിക്കേണ്ട ആവശ്യമാണ്. 2016 വലിയ മുന്നേറ്റം നടത്തി ഇടതുപക്ഷം പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുമ്പോൾ അവിടുത്തെ MLA ആരായിരുന്നു? കെ മുരളീധരൻ. അതെ അതെ അതെ, വലിയ ഓളം. ആ ഓളം ഉണ്ടായിട്ട് പോലും മുരളിയെ അവിടെ അടിച്ചു വീഴ്ത്താനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ കുറേ മണ്ടൻ തീരുമാനങ്ങളുടെ ഫലമായിട്ട് അവിടെ നിന്ന് അയാളെ എഴുന്നള്ളിച്ച് വേറെ സ്ഥലത്ത് കൊണ്ടുയർത്തി പിന്നെ അയാളെ കൊണ്ടുപോയി തോൽപ്പിച്ച് വീണ്ടും ഇപ്പോൾ അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ചിട്ടാണ് വട്ടിയൂർക്കാവ് ഉപേക്ഷിച്ച് യഥാർത്ഥത്തിൽ മുരളീധരൻ പോകുന്നത്. മുരളീധരൻ്റെ ഇഷ്ടമായിരുന്നില്ല. മുരളീധരന് പാർട്ടി പറഞ്ഞു പോകും, അവിടെയും പോകും എവിടെയും പോകും അല്ലേ. നേമത്തൊക്കെ മത്സരിച്ച് അദ്ദേഹത്തെ തോൽപ്പിച്ച് കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ വട്ടിയൂർക്കാവിൽ അദ്ദേഹത്തിന് തുടർച്ചയായിട്ട് മത്സരിക്കാനായിട്ട് അവസരം ലഭിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മുരളി ജയിക്കുമായിരുന്നു. മുരളിക്കെതിരെ വരുന്ന സ്ഥാനാർത്ഥികൾ ദുർബലരുമാവും. കാരണം ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ, അതായത് സ്ഥിരമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ എതിരാളികളായിട്ട് ശക്തന്മാരായിട്ടുള്ള ആളുകൾ വരുന്നില്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. രമേശ് ചെന്നിത്തലയുടെ മണ്ഡലം, അതുപോലെ എന്താണ് VD സതീശൻ്റെ മണ്ഡലം, ഇവിടെയൊക്കെ എതിർ കക്ഷികൾ നിർത്തുന്ന സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ദുർബലരാണ് സാധാരണ. അപ്പോൾ പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകാം. അഡ്ജസ്റ്റ്മെന്റും ഉണ്ടാവുന്ന വേറെ തലത്തിലുള്ള ചർച്ചയാണ്. ഒരു ശക്തമായ ഞാൻ പറയുന്നത്, അതായത് അവിടെ മത്സരിക്കാൻ ആരും തയ്യാറാവുന്നില്ല. കാരണം അവർ ജയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നമ്മളവിടെ പോയി എന്തിന് ഒരു ചാവേറാകണം എന്ന ചിന്ത ചിലപ്പോൾ ഉണ്ടാകാം. ഇപ്പൊ നമ്മൾ എന്താണ് ശൈല ടീച്ചറുടെ കാര്യം ഇപ്പോൾ ചർച്ചയിൽ വരുന്ന സമയത്ത് അങ്ങനെയല്ലേ പറയുന്നത് അല്ലേ? എന്തിനാണ് ടീച്ചറെ പേരാവൂരിലേക്ക് വിടുന്നത്? തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെ കൺസെപ്റ്റ് മാറിയാൽ ഇതിന് മാറ്റം വരും. ശക്തനായിട്ടുള്ള നേതാവിനെതിരെ മറ്റൊരു ശക്തനായിട്ടുള്ള നേതാവ് യുദ്ധം ചെയ്യാൻ ചെല്ലട്ടെ, രസമായിരിക്കില്ല അത് കാണാനായിട്ട്. 2011 കെ മുരളീധരൻ മത്സരിച്ച് വിജയിച്ചപ്പോൾ അന്ന് VV രാജേഷ് ആയിരുന്നു മത്സരിക്കാനായിട്ട് BJP-യെ പ്രതിനിധീകരിച്ചിറങ്ങി. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഈ പറയുന്ന 2011 കാര്യം പറയുന്നത്. അന്ന് ഈ പറയുന്ന CPM ഇറക്കിയ ആരെയെന്നറിയോ? ചെറിയാൻ ഫിലിപ്പിനെയാണ്. ഈ ചെറിയാൻ ഫിലിപ്പ് മുരളീധരൻ ഒരു എതിരാളിയായിരുന്നില്ല. 5 വർഷം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും അവിടെ കുമ്മനത്തെയാണ് കൊണ്ടുവന്ന് ഇറക്കുന്നത്. കുമ്മനത്തിന് ഒപ്പം അവിടെ LDF ഇറക്കിയത് TN സീമയായി. 2 തവണയും മുരളീധരൻ ഈസി വാക്കോർ കിട്ടി. പിന്നീടാണ് ഈ പറയുന്ന VK പ്രശാന്ത് വരുന്നത്. VK പ്രശാന്ത് ആദ്യം മത്സരിച്ചപ്പം അവിടെ വരുന്നത് BJP-യുടെ S സുരേഷ് ആയിരുന്നു വരുന്നത്. പിന്നീട് വരുന്നത് ഈ പറയുന്ന K മോഹൻകുമാറാണ്. അപ്പോൾ ദുർബലരല്ലേ? ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വീണ നായർ, കേട്ടിട്ട് പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ കോൺഗ്രസിലെ ഒരു യുവ മുഖം, വലിയ ഒരു ശക്തമായ എതിരാളിയൊന്നും ആയിരുന്നില്ല. അന്നേരവും VV രാജേഷ് അവിടെ മത്സരിക്കാനുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെ അല്ലല്ലോ കാര്യങ്ങൾ. അല്ല, അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ, ചെറിയാൻ ഫിലിപ്പിനെ അവിടെ മത്സരിപ്പിക്കേണ്ട ഒരു അവസ്ഥ CPM-ന് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, ഈ CPM-ന് തിരുവനന്തപുരത്ത് ഇതേ രീതിയിലുള്ള അപ്രമാദിത്യം ഈ നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ടായത് അടുത്ത കാലത്ത് അല്ലേ സാറേ? അടുത്ത കാലത്ത്. അതിനു മുമ്പ് കോൺഗ്രസിന്റെ അപ്രമാദിത്യത്തിലായിരുന്നു. അപ്പം ശരിക്കും ചെറിയാൻ ഫിലിപ്പിനെ നിർത്തുമെന്ന് പറഞ്ഞാൽ അവിടെ മുരളീധരനെതിരെ മത്സരിക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരാളില്ല യഥാർത്ഥത്തിൽ പറഞ്ഞാൽ. അത്രയ്ക്കിരുന്ന കോൺഗ്രസിന്റെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നു വരുന്നത്. ഇപ്പോൾ PH സമാജ് പറഞ്ഞതുപോലെ ആ മണ്ഡലം ഒരിക്കൽ പോലും, എനിക്ക് മുരളീധരൻ അവിടെ MLA ആയിട്ടിരിക്കുന്ന സമയത്ത് എനിക്കറിയാമെന്നു, മുരളിയുടെ കൂട്ടം മണ്ഡലത്തിൽ സ്വാധീനമുള്ള ഒരാളില്ല. കാരണം മുരളിയുടെ ഓഫീസ് MLA ക്വാർട്ടേഴ്സിലായിരുന്നു ഓഫീസ്. 4 കമ്പ്യൂട്ടർ വെച്ചാൽ അന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാരണം അതുപോലെ ആൾ വരുന്നവന് അവിടെ നിൽക്കാൻ പറ്റത്തില്ല, അവനെ നിർത്താൻ പാടില്ല എന്ന് മുരളി നിർബന്ധം ഉണ്ടായിരുന്നു. ബാക്കിയുള്ള MLA ഓഫീസ് പോലെയുള്ളായിരുന്നു. അത്രയ്ക്ക് വിജിലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന മുരളീധരനെയാണ് ഈ 2019
ഭരണം പിടിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുന്നതിന് വേണ്ടി എല്ലാവരും MP ഉണ്ടാവണം. അപ്പൊ അതിനുവേണ്ടി ഇദ്ദേഹത്തെ അങ്ങോട്ട് മാറ്റി സ്ഥാപിക്കുന്നു. ഇനി വടകര കൊണ്ടുപോകാനല്ലേ. അപ്പൊ ഇനി അവിടെ മുരളീധരൻ മത്സരിക്കുമ്പോൾ റിസ്ക് ആണ്. ഇപ്പൊ അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് BJPക്ക് അവിടെ കോൺഗ്രസ് BJP ആകുന്നു എന്ന് പറയുന്നതിനകത്തുള്ള ഒരു വാസ്തവമാണ് ഈ മണ്ഡലത്തിലും. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നേരത്തെ പ്രശാന്ത് സൂചിപ്പിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് ഇതിനകത്ത്. അതായത് നേരത്തെ തിരുവനന്തപുരത്തെ അപ്രമാദിത്യം എന്ന് പറയുന്നത് കോൺഗ്രസ് കാണിച്ചിരുന്ന ഒരു കാലമുണ്ട്. കോൺഗ്രസ് ജയിക്കുന്നു. കോൺഗ്രസ് ജയിക്കാത്ത സാഹചര്യത്തിൽ അവിടെ ഇടതുപക്ഷം ജയിക്കുന്നു എന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി. ഇപ്പം അത് മാറിയിട്ട് ഇടതുപക്ഷം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വളരെ ശക്തമാണെന്നുള്ള വാർത്തകളാണ് വരുന്നത്. അതുകൊണ്ടാണ് അവരുടെ സിറ്റിംഗ് MLA-മാരെ മുഴുവൻ അവർ അഴിച്ചുവിട്ടിരിക്കുകയാണ്. പോയി മത്സരിച്ചു വാങ്ങും പറഞ്ഞത്. പക്ഷേ അതിനുള്ള ധൈര്യം നോക്കണ്ടായിരുന്നില്ല. ഇല്ല ഇതിനകത്ത് ഇടതുപക്ഷം ശരിക്കും നമ്മൾ പറയുന്നത് ശരിക്കും അനുഭവപ്പെട്ട് പറഞ്ഞത് ഇടതുപക്ഷം ഇപ്പൊ അവിടെ ഒന്നാമത് നിൽക്കുന്നു 9 രണ്ടാമത് ഒന്നാമതാവാൻ നിൽക്കുന്ന പാർട്ടി പലയിടത്തും BJP-യാ. കോൺഗ്രസ് 3-ാം സ്ഥാനത്താ ഇവിടെയെല്ലാം. ഇപ്പം ഇതിനകത്ത് ഈ മണ്ഡലം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നത് കോൺഗ്രസിന്റെ അകത്ത് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ 2011-ലും ഒരുപക്ഷെ 2014 CMA മത്സരിക്കുന്നു. 16-ലും CPM ആളില്ലാത്തടത്താണ് ഈ ബ്രോ എന്ന് പറയുന്ന പ്രശാന്തിനെ അവിടെ കൊണ്ടിടുന്നത്. ആ പ്രശാന്ത് അവിടെ മത്സരിക്കുമ്പം കോൺഗ്രസിന് അവിടുന്ന് പോയി കഴിഞ്ഞിട്ട് മുരളീധരൻ അപ്പുറമുള്ള ഒരു സ്ഥാനാർത്ഥിയെ മോഹൻകുമാർ MLA ആയിരുന്നു. പക്ഷെ മോഹൻകുമാർ അത്ര പ്രാപ്തനല്ല. അത് കഴിഞ്ഞിട്ട് വീണ നായർ കൊടുക്കുന്നു. അപ്പൊ അവിടെ അപ്രമാദിത്വത്തിലേക്ക് പ്രശാന്ത് ഇപ്പൊ വന്നിരിക്കുന്നു. ഇപ്പം അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 3 പേരും ഒന്നുക്കൊന്നുക്ക് മെച്ചമാണ്. കാരണം മുരളീധരൻ ആ മണ്ഡലം വളരെ വൃത്തിയായിട്ട് കൈവെള്ള പോലെ, പ്രശാന്തിന് അതുപോലെ ആ മണ്ഡലത്തിൽ സ്വാധീനമായി 2 പ്രാവശ്യം MLA ആയില്ലേ. ഇപ്പൊ ഇവർ അവിടെ ഇറങ്ങിയിരിക്കുന്നു ഒരു ഭയങ്കര സ്ഥാനാർത്ഥിയെ പോലെ. അപ്പം ഇതിനകത്ത് വേറെ കാര്യമുണ്ട്. പ്രശാന്ത് ആദ്യം മുരളി മത്സരിക്കുമ്പോൾ 7000, പിന്നെ മുരളി മത്സരിക്കുമ്പോൾ 15000. അതാ അയാളെ അവിടെ ജനത്തിനിടയ്ക്ക് ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ പ്രശാന്ത് ആദ്യം മത്സരിക്കുമ്പോൾ കുറഞ്ഞ ശതമാനത്തിൽ അവിടെ ജയിക്കുന്നത്. ഇപ്പൊ 22,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന്. അപ്പൊ നമുക്ക് ഇപ്പം മനസ്സിലാവുന്നത് അവിടെ മണ്ഡലമേ മാറി. പണ്ട് കോൺഗ്രസിന്റെ കയ്യിൽ ഇരുന്നതായിരുന്നെങ്കിൽ അല്ലെങ്കിൽ BJPക്ക് സ്വാധീനം ഉണ്ടായിരുന്നായിരുന്നെങ്കിൽ ഇപ്പം അവിടുത്തെ സമ്മതിദായകരെ പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് ഉണ്ടോ BJP ഉണ്ടോ അല്ലെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 7000 വോട്ടിന്റെ ഭൂരിപക്ഷം ഇപ്പോൾ BJPക്ക് ഉണ്ടോ എന്നുള്ളതൊന്നുമല്ല. അവിടെ ആളുകളുടെ വ്യക്തിപ്രഭാവം അനുസരിച്ച് ആരായാലും വോട്ട് ചെയ്യാൻ മാനസികാവസ്ഥയുള്ള അല്ലെങ്കിൽ ജനമാണ് എന്നുള്ളതാണ് അവിടെ പലവട്ടം തെളിയിച്ചിരിക്കുന്നത്. അതായത് കൊള്ളാവുന്നത് ആര് 3 പേര് മത്സരിക്കുമ്പോൾ കൊള്ളാവുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ CPM അവിടെ അപ്രമാദത്തിൽ നിൽക്കുന്നത്. CPM-ന് സ്വാധീനമൊന്നുമുള്ള മണ്ഡലമൊന്നും അല്ലായിരുന്നു. ഇപ്പൊ ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്. 20,000 വോട്ടിന്റെ വ്യത്യാസമാണ്. അതിനകത്ത് നമ്മളെല്ലാം പറയുമല്ലോ പല ജാതിഘടകവും മറ്റു കാര്യങ്ങളും ഒക്കെ. പ്രശാന്തിന് എന്തോ ജാതിഘടകത്തിനാണോ ജയിച്ചേക്കുന്നത്? അല്ല, ശരിക്കും പറഞ്ഞാലേ ഈ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമാകാൻ പോകുന്നത് പ്രഗത്ഭരായിട്ടുള്ള 3 സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം കൊണ്ട് കഴിഞ്ഞു. ഇവരുടെ വ്യക്തിപ്രഭാവം, രാഷ്ട്രീയ സ്വാധീനം, മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങൾ അതൊക്കെ മാറ്റുരക്കപ്പെടാൻ പോകുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ആര് ജയിക്കും എന്ന് പ്രവചനം നടത്താൻ അസാധ്യമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അസാധ്യം. 3 പേര് ഒന്നുക്കൊന്നുക്കും വരും. അതിനകത്ത് ആരെ തീരുമാനിക്കണം എന്നുള്ളത് നിലവിൽ 2 വട്ടം MLA പ്രസന്റ് MLA ആയിട്ടിരിക്കുന്ന പ്രശാന്ത് വേണോ, അതിനു മുമ്പ് 2 വട്ടം MLA ആയിരിക്കുന്ന K മുരളീധരൻ വേണോ, ഒരു മാറ്റം അത് ഇവരെക്കാട്ടിലപ്പുറം ജനങ്ങളെ സ്വാധീനിക്കാൻ, ജനത്തിൻ്റെ ഇടയ്ക്ക് ഇറങ്ങാൻ, ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ കഴിയുന്ന ശ്രീലേഖയാണോ എന്ന് ശ്രീലേഖയ്ക്ക് തെളിയിക്കാൻ കഴിയുമോ എന്നുള്ളത് ഇതിനകത്ത് വരാൻ പോവുക. അതായത് ശ്രീലേഖ മത്സരം ആരംഭിച്ച് പോസ്റ്റ് എന്താണ് ഇങ്ങനെ വളരെ രസകരമായിട്ടുള്ള രീതിയിൽ ആളുകൾ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമായിട്ട് വട്ടിയൂർക്കാവ് മാറുകയാണ്. ശക്തമായ ത്രികോണ മത്സരം കൂടി നടക്കുകയാണെങ്കിൽ ഓരോ പാർട്ടിക്കും കുറച്ചധികം വിയർക്കേണ്ടി വരും. അല്ല, അവിടെ വിയർക്കും എന്ന് പറയാൻ ത്രികോണ മത്സരം ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്ത് വരാൻ പോകുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അതിനുശേഷം സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ട് പറയാം നേമത്തിന്റെ കാര്യം. നേമത്ത് ശിവൻകുട്ടി വരികയാണെങ്കിൽ ഈ വരുന്ന RC വരികയാണ് മൂന്നാമതൊരു സ്ഥാനാർത്ഥി. ശിവൻകുട്ടി രാവിലെ മുതൽ വോട്ട് ചോദിച്ചു തുടങ്ങി. പിന്നെ നമ്മള് രാവിലെ പടം കാണുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഇടയിൽ പോയി പുള്ളി ഇരിപ്പുണ്ട്. ഭയങ്കര സ്വാധീനമുള്ള മനുഷ്യനാണ്. നമ്മുടെ അതിനകത്ത് ശിവൻകുട്ടിയെ നിങ്ങളാരും കാണുന്നതല്ല, നേമത്തെ ശിവൻകുട്ടി. അപ്പൊ വട്ടിയൂർക്കാവ് ഒരു അത്ഭുത മണ്ഡലമായിട്ട് മാറട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.